എല്ലാവർക്കും റൂട്ട്സിന്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് PAJ7620 ജസ്റ്റ് സെൻസർ എന്താണെന്നും അത് വെച്ചിട്ടൊരു മീഡിയ കൺട്രോളർ എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിച്ചു തന്നു. ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ജസ്റ്റ് സെൻസർ ഉപയോഗിച്ചിട്ട് വയർലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന്, സെൻസറും ആർഡ്യൂനോയും HC12 വയർലെസ് മൊഡ്യൂളും വെച്ചിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റർ പാർട്ട്. പിന്നെ ഈ ട്രാൻസ്മിറ്റിംഗ് പാർട്ട് സെൻഡ് ചെയ്യുന്ന കമാൻഡ്സിനെ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടും അതിനു വേണ്ടിയിട്ടുള്ള സർക്യൂട്ട്. നിങ്ങൾക്ക് റോബോട്ടിക്സ് ആദ്യം മുതലേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് വീഡിയോ കാണുക. ആ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ PCB കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ചത്തെ ഫ്രീ PCB വിന്നേഴ്സിനെ ഞാനൊന്ന് അനൗൺസ് ചെയ്യുകയാണേ. അർജുൻ, ബിന്നി, സന്ദീപ്, സഞ്ജു. നിങ്ങളുടെ 4 പേരുടെയും കംപ്ലീറ്റ് അഡ്രസ്സും ഫോൺ നമ്പറും എൻ്റെ മെയിൽ ID അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഈ PCB അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ആഴ്ചയും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് 4 PCB കൊടുക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലിട്ട് ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഈ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ട്രാൻസ്മിറ്റിംഗ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ബ്രെഡ് ബോർഡ്, Arduino VMOS D1 Mini എന്ന് പറയുന്ന ഒരു Arduino കോമ്പാറ്റബിൾ ബോർഡ്, PAJ7620 എന്ന് പറയുന്ന ജസ്റ്റ് സെൻസർ, പിന്നെ ഒരു HC12 വയർലെസ് മൊഡ്യൂൾ. ഈ VMOS D1 Mini വെച്ചിട്ട് ജസ്റ്റ് സെൻസറിൻ്റെ റീഡിംഗ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നായിരുന്നു. അത് കാണാത്തവർ ഉറപ്പായിട്ടും കാണുക, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് HC12 വയർലെസ് മൊഡ്യൂൾ. ഈ ഒരു വയർലെസ് മൊഡ്യൂൾ വെച്ചിട്ടാണ് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് പാർട്ടിലെ ജസ്റ്റ് ഡേറ്റ നമ്മുടെ റോബോട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു മൊഡ്യൂൾ നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് പാർട്ടിലും ഒരെണ്ണം ഉണ്ടാകും, റോബോട്ടിലും ഒരെണ്ണം ഉണ്ടാകും. ഈ പ്രോജക്റ്റ് ചെയ്യാൻ HC12 വയർലെസ് മൊഡ്യൂൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിക്കാം, വൈഫൈ ഉപയോഗിക്കാം, ഇഷ്ടമുള്ള വയർലെസ് മൊഡ്യൂൾ ഉപയോഗിക്കാം. ഈ റോബോട്ടിക്സിനും ഹോം ഓട്ടോമേഷനൊക്കെ വേണ്ടിയിട്ട് ആർഡ്യൂനുമായിട്ട് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻസേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്യാം. HC12 വയർലെസ് മൊഡ്യൂളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് 5 പിന്നാണുള്ളത്. ഒന്ന് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ 4 പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതായത് TX, RX, VCC, ഗ്രൗണ്ട്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്മിറ്ററിനെത്തിയിരിക്കുന്ന ആർഡ്യൂനോ ട്രാൻസ്മിറ്ററിനകത്തുള്ള HC12ൻ്റെ RX പിന്നിലേക്ക് അയച്ചു കൊടുക്കുന്ന ഡേറ്റ റോബോട്ടിനകത്തുള്ള HC12 റിസീവ് ചെയ്ത് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ആർഡ്യൂനോയിലേക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ HC12 വയർലെസ് മൊഡ്യൂളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഇനി സർക്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നത്തെ സർക്യൂട്ട് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു HC12 വയർലെസ് മൊഡ്യൂളും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കോഡ് നമ്മുടെ മുന്നത്തെ കോഡുമായിട്ട് സിമിലറാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ I2C പ്രോട്ടോകോൾ ഉപയോഗിച്ച് സെൻസറിൽ നിന്നുള്ള ഡേറ്റ ആർഡ്യൂനോ വെച്ചിട്ട് റീഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കമാൻഡ്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൈ മുകളിലോട്ട് ആക്കുകയാണെങ്കിൽ ഫോർവേഡ്, താഴോട്ട് ആക്കുകയാണെങ്കിൽ ബാക്ക്വേർഡ്, ലെഫ്റ്റിലോട്ട് ആക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റിലോട്ട് ആക്കുകയാണെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കമാൻഡ്സിനെ നമ്മൾ സീരിയൽ പോർട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. സീരിയൽ പോർട്ടിൽ ഇപ്പോൾ നമ്മൾ HC12 വയർലെസ് മൊഡ്യൂളിലെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു മൊഡ്യൂൾ ഈ ഒരു കമാൻഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്മിറ്റിംഗ് പാർട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്റർ റെഡിയാണ്. ഇനി നമുക്ക് റോബോട്ടിലേക്ക് കിടക്കാം. റോബോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് റോബോട്ട് ഷാസിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുമ്പുണ്ടാക്കിയ ഒരു റിമോട്ട് കൺട്രോൾ റോബോട്ടിൻ്റെ ഷാസിയാണ്. ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വീലുള്ള റോബോട്ടിൻ്റെ ഷാസിയും ഉപയോഗിക്കാം. അത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ റോബോട്ട് ഷാസിയോ കിറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റോബോട്ട് കിറ്റ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേണ്ടത് നമ്മുടെ റോബോട്ട് ഷാസിയുടെ വീല് കണക്ട് ചെയ്തിരിക്കുന്ന DC മോട്ടോർ കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു DC മോട്ടോർ ഡ്രൈവറാണ്. 2 വീലുള്ള റോബോട്ട് ഷാസി ആണെങ്കിൽ നമുക്ക് L293D മോട്ടോർ ഡ്രൈവർ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ റോബോട്ട് ഷാസിയിൽ 6 മോട്ടറുണ്ട്. പക്ഷേ ഒരു L293D മോട്ടോർ ഡ്രൈവർ IC വെച്ചിട്ട്
ഈ 6 മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് VNH2SP30 എന്ന് പറയുന്ന ഒരു ഹൈ കറണ്ട് മോട്ടോർ ഡ്രൈവറാണ്. L293D മോട്ടോർ ഡ്രൈവർ IC പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് Arduino ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മോട്ടോർ ഡ്രൈവറാണിത്. നിങ്ങൾക്ക് ഈ DC മോട്ടറിനെ പറ്റിയും മോട്ടോർ ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റിയും L293D മോട്ടോർ ഡ്രൈവർ ICയെ പറ്റിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ഓൺലൈൻ ക്ലാസ് തന്നെ ഞാൻ എടുത്തുതരാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റോബോട്ട് ഫ്രെയിമായി, വീൽസായി, മോട്ടോഴ്സായി, ഒരു മോട്ടോർ ഡ്രൈവർ IC ആയി. ഇനി നമ്മൾ Arduinoയിലേക്ക് മോട്ടോർ ഡ്രൈവറും HC12 വയർലെസ് മൊഡ്യൂളും കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കോഡ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ഒരു ലൈബ്രറി വെച്ചിട്ട് നമ്മുടെ HC12 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 വിർച്വൽ സീരിയൽ ഇൻ്റർഫേസ് ഉണ്ടാക്കുകയാണ്. പിൻ 10ലും പിൻ 11ലുമായിരിക്കും നമ്മളിവിടെ HC12 മൊഡ്യൂളിൻ്റെ TXും RXും കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ റോബോട്ടിന് യൂസ് ചെയ്യുന്ന Arduinoയുടെ പിന്നുകളെല്ലാം നമ്മൾ ആദ്യമേ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, ഏതൊക്കെ പിൻ എന്തിനാണെന്നുള്ളത്. ആദ്യത്തെ ഈ 6 പിന്നാണ് നമ്മൾ മോട്ടോർ ഡ്രൈവറിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ സോഫ്റ്റ്വെയർ സീരിയലിൻ്റെ 10ഉം 11ഉം. സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ HC12 വയർലെസ് മൊഡ്യൂളിൻ്റെ സീരിയൽ ഇൻ്റർഫേസ് ഇനിഷ്യേറ്റ് ചെയ്യുകയും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പിന്നുകളെല്ലാം ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണോ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ ലൂപ്പ് ഫംഗ്ഷൻ വരുന്നത്. ആദ്യം ലൂപ്പ് ഫംഗ്ഷനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ HC12 വയർലെസ് മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് എന്തെങ്കിലും കമാൻഡ് വരുന്നുണ്ടോ എന്ന് നോക്കും. വരുന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ട്രിഗർ ചെയ്യും. ഈ ലോ സ്പീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻപുട്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വാല്യൂ ബാക്ക്വേർഡ് ആണെങ്കിൽ ബാക്കിലോട്ട് പോകാനും ഫോർവേഡ് ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകാനും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ റോബോട്ടിനെ ഡ്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലോ സ്പീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഈ ബാക്ക്വേർഡ്, ഫോർവേഡ്, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയുന്നത് ഓരോ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മോട്ടോർ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് DC മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് Arduino പ്രോഗ്രാമിംഗ് വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത Arduino ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന വീഡിയോ കാണുക. ആ വീഡിയോയിൽ നമ്മൾ Arduinoയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള കോഡ്. ഈ കോഡ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോബോട്ടും റെഡി. ഇനി നമ്മുടെ ട്രാൻസ്മിറ്ററും റോബോട്ടും പവർ ഓൺ ചെയ്യുക. ഇനി ആ ജസ്റ്റർ സെൻസറിൻ്റെ മുന്നിൽ ഓരോ ജസ്റ്റർ ഒന്ന് കാണിച്ചു നോക്കിയേ. പൊളിയല്ലേ? നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംശയം അവിടെയും തീർക്കാം. ഇനിയും ഇതുപോലത്തെ രസകരമായ പ്രോജക്റ്റുകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി പ്രോജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം.